പാർട്ടിയാകുമ്പോൾ പ്രശ്നമൊക്കെ ഉണ്ടാവുമല്ലോ. ആ പ്രശ്നങ്ങൾ പാർട്ടി പരിഹരിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷനൊക്കെ ആകുമ്പോൾ എല്ലായിടത്തും ഞങ്ങൾ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. UDF-നെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണല്ലോ. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഒരു കൊല്ലത്തിനുള്ളിൽ അസംബ്ലി തിരഞ്ഞെടുപ്പ് വരും. അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ UDF-ന്റെ വിജയം വളരെ ആവശ്യമാണ്. അപ്പോൾ അതിനെന്താണോ UDF-നെ ശക്തിപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പാർട്ടി തലത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ മുന്നോടിയായിട്ട് നടക്കുന്നുണ്ട്. ഒരു ഇഷ്യൂസും എവിടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അത് പ്രാദേശികമായിട്ട് ജില്ലാ കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളൊക്കെ കൂടി തന്നെ അത് പരിഹരിക്കും. പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. മറ്റൊരു കാര്യം അത് UDF ചർച്ച ചെയ്തിട്ടുണ്ട്. നേരത്തെ നയം പറഞ്ഞിട്ടുള്ളതാണല്ലോ ആ പ്രശ്നം UDF ചർച്ച ചെയ്ത് പറഞ്ഞു. വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റവന്യൂ മന്ത്രിയെ കണ്ടിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. കാലതാമസം ഉണ്ടാകുമെന്നുള്ളതാണ്. എങ്ങനെ മുന്നോട്ട് പോകാനാണ് അതായത് ലീഗ് സ്വന്തമായി തന്നെ പുനരധിവാസം എന്നുള്ള രീതിയിലേക്ക് കടക്കുകയാണോ ചർച്ച ചെയ്യുന്നത്? അത് UDF ചുരമലയിലെ പ്രശ്നത്തിൽ ലീഗ് കരയെക്കൂട്ടി അവിടെ വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലീഗ് 100 വീട് നിർമ്മിച്ചു കൊടുക്കും എന്നുള്ള പദ്ധതിയാണ്. അപ്പോൾ അതിൻ്റെ സ്ഥലമെടുപ്പ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നടക്കുന്നു. ഇപ്പോൾ സർക്കാരിൻ്റെ പദ്ധതിയുണ്ട്. അപ്പോൾ സർക്കാരുമായിട്ടുള്ള ചർച്ചകൾ നടത്തിയതിന് ശേഷമാണ് ഒരു അന്തിമ ഇന്നലെ അത് ഇന്നലെ കണ്ടിരുന്നു. ഇന്നലെ ഞങ്ങളാണ് കണ്ടത്. ആ കണ്ടതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ പാർട്ടിയിൽ തങ്ങൾക്കൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ അന്തിമ തീരുമാനം തങ്ങളുടെ അധ്യക്ഷതയിൽ നടക്കുന്ന പാർട്ടി കമ്മിറ്റി അന്തിമ തീരുമാനം ഉടനെ തന്നെ എടുക്കും. സർക്കാരിൻ്റെ വല്ലാതെ താമസിച്ചു പോകുന്നു എന്നുള്ള നിലയിലാണ് ഇന്നലെ ഞങ്ങൾ റവന്യൂ മിനിസ്റ്റർ ഡെലിഗേഷൻ കണ്ടത്. ആ വികാരം കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലുണ്ടായിരുന്നു. അത് അറിയിച്ചു. മാത്രമല്ല മറ്റു ചില പ്രശ്നങ്ങളുണ്ട്. ഇന്നലെ ചർച്ച ചെയ്തു. ഇങ്ങനത്തെ പാർട്ടി കമ്മിറ്റി കൂടിയിട്ട് അതിൻ്റെ തീരുമാനം മലപ്പുറത്ത് അറിയിക്കും. അതെ, അത് ഇന്ന് ഞങ്ങൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അതായത് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവും ഞങ്ങൾ കൂടി പത്രസമ്മേളനം നടത്തിയിരുന്നു. അത് സംബന്ധിച്ച് നേരത്തെ പ്രതിപക്ഷം പറഞ്ഞ ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ CAG റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അന്ന് പ്രതിപക്ഷം പറഞ്ഞ ആരോപണം ഇന്ന് CAG റിപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നു. അത് വളരെ ഗൗരവമേറിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ആരോപണം സ്ഥാപിക്കപ്പെട്ടതുപോലെയാണ് ഇപ്പോൾ ഉള്ളത്. PV അൻവറിന് ഔദ്യോഗികമായിട്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ലീഗ് ശക്തമായിട്ടുള്ള UDF-ലെ ലീഗ് ഇക്കാര്യത്തിൽ കൈകൊടുക്കും. താങ്കൾ പറഞ്ഞല്ലോ, അത് UDF കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ലീഗിൻ്റെ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. UDF ഇനി ആ കാര്യം തീരുമാനിക്കും. അതല്ലാതെ നമുക്ക് ഒറ്റ കാര്യം അങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിച്ചാൽ മതി. പ്രശ്നമില്ല, പക്ഷേ തൃണമൂൽ കോൺഗ്രസ് ആയതാണ് പ്രശ്നം എന്നുള്ളതാണ് കെ മുരളീധരൻ പറഞ്ഞത്.